പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ചിട്ടങ്ങ് മെഴുക്കി. ഹലോ ഗായ്സ്, കുറെ നാളിന് ശേഷം ഒരു റിവ്യൂ ഇടുകയാണ്. ഇതിപ്പോ ഞാൻ കണ്ടു, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇയാൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് കാണാൻ വേണ്ടിയിട്ടും എങ്ങനെയാണെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാം. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയാനേക്കാളും അവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തെ, ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നതും മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നു. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു വാർത്ത. എമ്പുരാനെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചതിന്റെ രണ്ടാമത്തെ പാർട്ടാന്നല്ല, ഞാൻ വേറെ ഏതാ പടമായിരുന്നു. ഈ ഭൂഗോളത്തിലല്ല പൃഥ്വിരാജ് എടുക്കണ പടം ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടിനെയാണ് അപ്പൊ എമ്പുരാനെന്ന് പറഞ്ഞോണ്ടിരുന്നത്. ഹിന്ദിയുണ്ട്. പക്ഷെ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് ഞാൻ കരുതുന്നില്ല. കിട്ടില്ല എന്ന് പറഞ്ഞ അമ്മ അതിന് ഫ്രെയിംസ്. അവിടെ ഒരു ഡ്രാഗന്റെ ഒരു സംഭവം കണ്ടില്ലേ? അതാണ് കൊറിയനായ എടി, അതാണ് ഇതിന്റെ മെയിൻ സംഭവം. പക്ഷെ അത് ഇതുവരെ നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു ആള് എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ഒരു എതിരായിട്ടുള്ള ബാക്കി കാണും. ഓ എന്റെ പൊന്നെ, ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞു. ഞാൻ കണ്ടോണ്ട് പറയാനാണ്. ഞാൻ കണ്ടില്ല, ഇങ്ങനെ നിർത്തി നിർത്തി കാണിക്കാതെ മൊത്തത്തിൽ കാണാം. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വരുന്ന ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ ഓ ഇത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. Oh. So Stephen, come back. Save your man. Save. God so close. പൊളി സീനാണ്. ഓപ്പോ. But answer this one question. Who are you really? Lucifer.
പൊന്നോ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കട്ട്. സ്റ്റീഫന്റെ എൻട്രി എന്ന് പറഞ്ഞാൽ വെങ്കലക്കെട്ട് സാധനം. ആ എമ്പുരാന്റെ വിളി വല്ലാത്ത വിളിയാണ്. ഞാൻ ഇത് ഒരു 10 പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. ഇവിടെ അങ്ങനെ കാണൂല. പക്ഷെ എമ്പുരാൻ എന്ന് പറഞ്ഞ് മോഹൻലാലിന്റെ സിനിമയാണ്, ഭയങ്കര കാണാൻ വേണ്ടി കൊതിച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞപ്പോ ഇവക്ക് കാണണം ഒരാഗ്രഹം അങ്ങനെ കാണിച്ചു കൊടുത്തേന്. പടം പൊളിയായിരിക്കും പ്രതീക്ഷിക്കാം. പക്ഷെ ട്രെയിലർ ഒരു രക്ഷയില്ല. ആദ്യം ഒരു നാടൻ എന്നല്ല, ഒരു നമ്മുടെ സാധാരണ ഇതിൽ പോയിട്ട് പിന്നെ അങ്ങ് ഹോളിവുഡിലോട്ട് കയറിപ്പോയി. ഭയങ്കര പവർ, ഭയങ്കര ഇത്. സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ചിട്ടങ്ങ് മെഴുക്കി നശിപ്പിച്ച അത് എന്തൊരു പറയുന്നത്. അല്ല എന്നുവെച്ചാ ലാലേട്ടനെ ഭയങ്കര പൃഥ്വിരാജിനെ ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, ലാലേട്ടനെ പൃഥ്വിരാജിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഭയങ്കര പവർ അവർ രണ്ടുപേരും ഭയങ്കര ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തേക്കുന്ന രീതി പക്ക. നമുക്ക് ഈ കണ്ട ഔട്ട്പുട്ട് സിനിമയിലുണ്ടെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ഇതായി. പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നടനാണ് ലാലേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു കംബാക്ക് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണണമെന്ന് ആഗ്രഹിച്ച് ടിക്കറ്റിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ച് ഏതാണ്ടൊക്കെ ഉറപ്പായിരിപ്പുണ്ട്. അടുത്ത ആഴ്ച സിനിമയാണ്. പടം കൊളുത്തി കഴിഞ്ഞാൽ സർവകാല റെക്കോർഡ് ഉറപ്പാണ്. കാരണം ഇത് മോഹൻലാലിൻ്റെ പടമാണ്. മോഹൻലാലിൻ്റെ പടം തിയേറ്ററിക്കലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്താൽ വെങ്കലക്കെട്ടെന്ന് പറഞ്ഞാൽ പൂരപ്പറമ്പെന്ന് പറഞ്ഞാൽ വെട്ടിച്ചില്ലായിരിക്കും. അതിനൊരു മാറ്റവും വരില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പുലിമുരുകന് സംഭവിച്ചത്, ലൂസിഫറിന് സംഭവിച്ചത്, എമ്പുരാന് സംഭവിച്ചു. ഈ ട്രെയിലറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്ന ആ എമ്പുരാനെ എന്ന് വിളിച്ച് ലാലേട്ട സ്റ്റീഫന്റെ ആ ഒരു മുഖം ഇങ്ങോട്ട് പിന്നെ ആ ഒരു വല്ലാത്ത ഓറ, ഒരു വല്ലാത്ത ഫീലാണ് ആ ഒരു സമയത്ത്. ആ ഒരൊറ്റ ഒരു 2 സെക്കൻഡേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് വളരെയധികം പ്രതീക്ഷയോടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർച്ച് 27 6 മണി. ബൈ.